ഹായ് ഓൾ, വെൽക്കം ടു ദ യൂട്യൂബ് ചാനൽ ഗോൾഡൻ സൺലൈറ്റ്. ഇത് വീഡിയോ കാണുന്നവർക്കുള്ള ഡിവൈൻ ഗൈഡൻസ് മെസ്സേജാണ് ഫ്രം ദ യൂണിവേഴ്സ്. കാർഡ് വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. വീൽ ഓഫ് ഫോർച്യൂൺ ഇസ് എ കാർഡ് ഓഫ് ലക്ക്, ഭാഗ്യത്തിൻ്റെ, കർമ്മ, അതുപോലെ നമ്മുടെ ലൈഫ് സൈക്കിൾ, അതിൻ്റെ കാർഡാണ്. അതിൽ കാണിക്കുന്നത് ഒരു ജയൻറ്റ്, ഒരു വലിയ വീല് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതായത് നമ്മുടെ ലൈഫ് സൈക്ലിക്കലാണെന്നാണ് അത് കാണിക്കുന്നത്. എന്താണോ മുകളിലുള്ളത് അത് കുറച്ച് കഴിയുമ്പോൾ താഴേക്ക് വരും, താഴെയുള്ളത് മുകളിലേക്ക് പോകുന്നു. ഇതിൻ്റെ 4 കോർണറിൽ 4 ചിറകുള്ള ജീവികളെ കാണിക്കുന്നുണ്ട്. 4 സോഡിയാക് സൈൻസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അക്വേറിയസ് ആണ് ഏഞ്ചലായിട്ട് കാണിച്ചിരിക്കുന്നത്, സ്കോർപ്പിയോ ആണ് ഈഗിൾ, ലിയോ ആണ് ലയൺ, ടോറസ് ആണ് ബുൾ. ഇത് കാണിക്കുന്നത് ലൈഫ് ടേൺ ചെയ്യുന്നുണ്ടെങ്കിലും ദർ ഇസ് ഓൾവേസ് സ്റ്റെബിലിറ്റി, സ്ഥിരതയും അതുപോലെ വിസ്ഡവും ഈ മൂവ്മെൻറ്റിൻ്റെ ഇടയ്ക്കും ഉണ്ട് എന്നാണ്. അതുപോലെ നമ്മളിപ്പോൾ ഒരു ജീവിതത്തിലൊരു പ്രയാസമായ കാലഘട്ടത്തിലൂടെ കടന്നു പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാറും. ലൈഫ് കോൺസ്റ്റൻ്റ്ലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് പ്രയാസമാണെങ്കിൽ നമ്മളിപ്പോൾ വീലിൻ്റെ താഴെ ഭാഗത്തായിരിക്കും, അതിന് തീർച്ചയായിട്ടും കറങ്ങി മുകളിലേക്ക് വരുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഒരു ഹാപ്പി ടൈമിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ ഈ മൊമെൻറ്റ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക, അതിനോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക. അതുപോലെ നമ്മൾ ലവിങ്, കൈൻഡ്നെസ് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, വെച്ചാൽ നമുക്കിപ്പോൾ ഈ കടന്നു പോകുന്ന പീരീഡ് അത് വിജയമാണെങ്കിലും ചലഞ്ചാണെങ്കിലും അത് താൽക്കാലികമാണ്. തീർച്ചയായിട്ടും അത് ചേഞ്ച് ആവുന്നതായിരിക്കും. അപ്പം നമ്മളെപ്പോഴും അഡാപ്റ്റബിൾ ആയിരിക്കണം. പുതിയ അവസരങ്ങളോട് പൊരുത്തപ്പെടാൻ നമ്മളെപ്പോഴും തയ്യാറായിട്ടിരിക്കണം. ലൈഫിലെ ഈ അൺസർട്ടനിറ്റി, ആ ചേഞ്ച് അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ലൈഫ് ചിലപ്പോൾ നമുക്ക് തോന്നും അൺസർട്ടൻ ആണെന്ന്, പക്ഷേ നമ്മുടെ യൂണിവേഴ്സിന് എപ്പോഴും ഒരു വലിയ പ്ലാൻ നമ്മളെക്കുറിച്ചുണ്ട്. ഇതിൽ നമ്മുടെ യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ദി ഇമ്പോർട്ടൻസ് ഓഫ് ചേഞ്ച്. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ മാറ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ്. നമ്മുടെ സമയം ഇപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ വിശ്വസിക്കുക, ഇത് ഒരു വലിയ സൈക്കിളിൻ്റെ ഒരു ഭാഗമാണ്. എന്ത് ചേഞ്ചാണോ വരുന്നത് അതിനെ സ്വീകരിക്കുക. അത് നമുക്ക് കംഫർട്ടബിൾ അല്ലെങ്കിലും അതൊരു വളർച്ചയ്ക്കുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക. നമുക്ക് വരുന്ന സിറ്റുവേഷൻ എന്ത് തന്നെയായാലും അതിൽ നിന്ന് നമ്മളൊരു പാഠം ഉൾക്കൊണ്ട് മുന്നിലേക്ക് പോവുക. എപ്പോഴും നമ്മുടെ മൈൻഡ് ഓപ്പൺ ആക്കി വയ്ക്കുക, മൈൻഡ് ആൻഡ് ഹാർട്ട്. അതുപോലെ നമുക്ക് ഈ ചേഞ്ചസ് വരുന്ന സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന പോസിറ്റീവ് ഔട്ട്കംസ് നമുക്ക് തന്നെ പലപ്പോഴും അത്ഭുതം തോന്നും. യൂണിവേഴ്സ് എപ്പോഴും നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിശ്വസിക്കുക. ഓക്കെ, അപ്പം റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.